തിരിഞ്ഞു വരപ്പെട്ടു. Praise the Lord. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കാമോ? ചില ആൾക്കാർക്ക് എന്നെ പരിചയമുണ്ട്, എന്നാൽ ചിലർക്ക് പരിചയമില്ല. ഏറ്റവും വലിയ സന്തോഷം കർത്താവിന്റെ ദാസനോട് ഒരുമിച്ച് ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുക എന്നുള്ളതാണ്. तो परमेश्वर की दास के साथ आज शाम के समय यहाँ पर रहने के लिए मुझे खुशी की बात है. അതിനേക്കാളും ഉപരി കർത്താവിന്റെ തിരുസാന്നിധ്യം ഇവിടെ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. उससे भी बढ़कर तो परमेश्वर की उपस्थिति को मैं यहाँ पे महसूस कर रहा हूँ. ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് പരിചയമുണ്ട്, काफी सालों से मुझे ये बात मालूम है. പക്ഷെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഇവിടെ കൂടുന്നത്. लेकिन इस प्रकार सबसे पहली बार हम यहाँ पे मिल रहे हैं. ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരമുള്ള ദൈവത്തിന്റെ പദ്ധതികളായിരുന്നതല്ല. जो परमेश्वर की इच्छा के अनुसार, जो परमेश्वर ने जो हमारे लिए नियुक्त किया गया है उसके अनुसार से. ഞാൻ ഒരുപാട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു പോകുന്നില്ല. ഇന്ന് രാത്രി നമുക്കൊരു ചിന്തയ്ക്കായിട്ട് ദൈവവചനത്തിലേക്ക് കടന്നു പോകാം. मैं अपने बारे में अधिक परिचय देने से बढ़कर मैं प्रभु परमेश्वर के बारे में परिचय देना चाहता हूँ. वचन की और हम ज्ञान करेंगे. മത്തായിയുടെ സുവിശേഷം നമുക്ക് എടുക്കാം. मत्ती रचित सुसमाचार की और हम ज्ञान करेंगे. 14-ാം അധ്യായം 14वीं अध्याय 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 26 से लेकर 29 तक हम मिलकर पढ़ेंगे. 39 तक हम पढ़ेंगे. പടവിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുന്നിപ്പുറകെയാൽ കർത്താവെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. അവൻ പടവിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടവിയുള്ളവർ നീ ദേവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ ഉത്സവിച്ചു. അവനെ നമസ്കരിച്ചു. ഓക്കെ, ഹിന്ദിയിൽ കൂടെ हिंदी में पढ़ के सहायता करने पर उसको दिल पर जल्दी भी देखकर घबरा गए और कहने उससे बातें की और कहा ढांढस बांधो, मैं हूँ, डरो मत. पतरस ने उसको उत्तर दिया, हे प्रभु, यदि तू ही है तो मुझे अपने पास पानी पर चलकर आने की आज्ञा दे. उसने कहा हाँ. तब पतरस नाव पर से उतरकर यीशु के पास जाने को पानी पर चलने लगा, पर हवा को देखकर डर गया और जब डूबने लगा तो चिल्लाकर कहा, हे प्रभु, मुझे बचा. यीशु ने तुरंत हाथ बढ़ाकर उसे थाम लिया और उसे कहा, है अल्प विश्वासी, तूने क्यों संदेह किया. जब वे नाव पर चढ़ गए तो हवा थम गई. इस पर उन्होंने जो नाव पर थे उसे दंडवत कर कहा, सचमुच तू परमेश्वर का पुत्र है. നിമിഷം ഈ വചനത്തെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. अपनी आंखों को बंद करेंगे, प्रार्थना करेंगे. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, सर्वशक्तिमान प्रभु परमेश्वर, അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. आपके हाथों में हम समर्पण करते हैं. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമാവട്ടെ. ये वचन हमारी जिंदगी में अनुग्रह बन जाने. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ദൈവിക മന്ന ഇന്ന് രാത്രി നൽകി തരണം. आवश्यकता के अनुसार की मन्ना जो है, ദൈവം പുതിയ അഭിഷേകത്തെ ഞങ്ങളുടെ മേൽ അയക്കണം. तो हमेशा एक नई अभिषेक की दे. ഇന്ന് രാത്രി അവിടുത്തെ ജനത്തെ ദൈവം തൊടണമേ കർത്താവേ. आज रात आपके जन को स्पर्श करने ദൈവമേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കർത്താവേ. पवित्र आत्मा को स्वागत സകലതും അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഇന്ന് രാത്രി വാഴ്ചകൾ, അധികാരങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ. വചന ശുശ്രൂഷ ഇന്ന് രാത്രികാലം തന്നെ ജനത്തിന് വിടുതലായി തീരട്ടെ കർത്താവേ. നീ അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഈ വായിച്ച വേദഭാഗം നമ്മൾ കാണുമ്പോൾ അവിടെ വിശ്വാസത്തിന്റെ ഒരു വലിയ തല നമുക്ക് കാണാം. हमने पढ़ा हुआ संदेश, जहाँ पे हम ये संदेश को पढ़ते समय पर विश्वास के बारे में काफी कुछ बातें बताई गई है. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. विश्वासी की जिंदगी में विश्वास होना सबसे मुख्य चीज होता है. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. क्योंकि वचन इस प्रकार बताता है कि विश्वास कृपा के जरिए हमारी जिंदगियों में मिल गई है. ഞാൻ ഇന്ന് അല്പസമയം ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ आज मैं आपके बीच में इस वचन को स्वीकार करते समय ഈ വചനത്തിന്റെ
വിശ്വാസം എന്നുള്ള കാര്യം മാത്രം എടുത്ത് അല്പസമയം ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുക. वचन के जरिए विश्वास के बारे में ही मैं प्रचार करना चाहता हूँ. ഇത് കേട്ട് കഴിയുമ്പോൾ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റം ഉണ്ടാകണം. ये सुनने के बाद हम और आपकी जिंदगियों के भीतर में एक बड़ी बदलावट അത് പ്രാപിക്കുവാനുള്ള നിലവാരത്തിലായിരിക്കണം. आज वो प्राप्त करने की एक इच्छा के साथ आप यहाँ पे होना चाहिए. ഹല്ലേലൂയ. हालेलुया. ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ स्कूल में एक अध्यापक पढ़ाते समय ഒരുപാട് സ്റ്റുഡൻസ് കാണും. बहुत सारे बच्चे रहते हैं, പക്ഷെ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിലവാരത്തിലായിരിക്കും അവരുടെ അറിവ് വർദ്ധിക്കുന്നത്. लेकिन वो लोग जिस प्रकार ध्यान देते हैं उसी प्रकार उनका दिमाग बढ़ता है. നമുക്ക് ലഭിച്ചിരിക്കുന്ന ബൈബിൾ हमें जो मिला हुआ बाइबल है, ഈ ലോകത്തുള്ള സകല മനുഷ്യരുടെയും കയ്യിലുള്ളതാണ്. ये बाइबल इस सारे व्यक्तियों के पास है. പക്ഷെ ഇതിനകത്തെ വചനം പൊരുൾ തിരിച്ച് കിട്ടിയിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർക്കാണ്. केवल इसका वचन के अंदर से जो विश्वास ग्रहण होता है वो केवल आत्मा के जरिए चलने वाले लोगों के लिए. ഹല്ലേലൂയ. हालेलुया. ഒരു വചനം തന്നെ വ്യത്യസ്ത നിലവാരത്തിലാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. एक ही वचन को काफी व्यक्तियां अनेक अनेक रीतियों में प्रचार करते हैं. എന്നാൽ അതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം लेकिन उन सबसे भी बढ़कर एक बात है, ഈ വചനം നിങ്ങളുടേതാണെന്നുള്ളത്. ये वचन आपका है करके. ഹല്ലേലൂയ. हालेलुया. ഇന്ന് രാത്രി ഈ വചനത്തിനകത്തൂടെ ദൈവം സംസാരിക്കാൻ പോവാ. आज रात इस वचन के जरिए प्रभु आपसे बातें करें. അല്പസമയം ശ്രദ്ധിക്കണം. मुझे ध्यान से सुनो. നമ്മൾ ഈ വചനഭാഗത്ത് കണ്ടു യേശു തന്റെ ശിഷ്യന്മാരെ പടക് കയറി അക്കരയ്ക്ക് പോകുവാൻ हम നിർബന്ധിച്ചു. इस वचन के आधार पर देखें, यीशु मसीह के चेलों के साथ नाव में होकर उस पार जाने के लिए तैयार हुए. അതിനു മുമ്പ് ചില സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. उससे पहले कुछ बातें वहां पर होता है. ഒന്ന് യോഹന്നാൻ സ്നാപകന്റെ ശിരച്ഛേദം നടക്കുന്നുണ്ട്. एक यूहन्ना बपतिस्मा देने वाले की हत्या के बारे में देखते हैं. രണ്ട് 5000 പേർക്ക് യേശു ആഹാരം കൊടുക്കുന്നുണ്ട്. दूसरा 5000 व्यक्तियों को प्रभु यीशु मसीह भोजन खिलाता है. 5000 പുരുഷാരം എന്നാണ് അവിടെ പറയുന്നത്. और 5000 पुरुषों के बारे में बताया जाता है. യേശുവിന്റെ ഈ ഭൂമിയിലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി यीशु मसीह की संसार में होने वाली सेवकाई के बदले തനിക്ക് മുൻപായി അയക്കപ്പെട്ടവനായിരുന്നു യോഹന്നാൻ. उससे पहले भेजा गया वो एक व्यक्ति था यूहन्ना. തന്റെ പ്രസംഗം എടുത്തു നോക്കിയാൽ उसकी प्रचार को उठा के लेकर മാനസാന്തരത്തെ കുറിച്ച് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. मन गिरावट के बारे में वो प्रचार करता है. എല്ലാ ദിവസവും രാവിലെ ഒരേ പ്രസംഗം. हर रोज वो उसका एक ही प्रचार है. ആരെങ്കിലും തന്റെ മുമ്പിൽ വന്നാൽ कोई भी उसके सामने आए, അവരുടെ മുഖത്ത് നോക്കി പറയും उसके चेहरे में देख के बोलता നീ है മാനസാന്തരപ്പെടണം. तुम्हें मन गिरावट होना है. അവരുടെ മുഖത്ത് നോക്കി പറയും उसके चेहरे में देख के बोलता है സർപ്പസന്തതികളെ. हे सांप की संतान. ഹല്ലേലൂയ. हालेलुया. നമുക്കിത് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. हमें ये सुनने के लिए बहुत ही कठिनाई की बात है. പക്ഷേ लेकिन യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി यीशु मसीह के सेवकाई के आगे दौड़ने वाला ദൈവം ആഗ്രഹിച്ചൊരു നിലവാരത്തിൽ യോഹന്നാന്റെ ശുശ്രൂഷ തുടങ്ങി. प्रभु परमेश्वर चाहने वाला एक प्रकार की सेवकाई यूहन्ना जरिए आरंभ होता है. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കണം, जरा आपके मन के अंदर इस बात को रखो. ദൈവം തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്റെ പുത്രനെ ഈ ഭൂമിയിൽ അയക്കുന്നതിന് മുൻപായി യോഹന്നാനെ ദൈവം ആത്മാവിൽ അഭിഷേകം ചെയ്തു. प्रभु परमेश्वर अपने पुत्र यीशु मसीह से पहले उस सेवकाई को करने से पहले यूहन्ना के जरिए सेवकाई को आरंभ करता. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ യോഹന്നാൻ ആത്മാവിൽ നിറഞ്ഞു. माँ के पेट में रहते कि समय पर वचन बताता है कि यूहन्ना जो है आत्मा में भर गया है. ഹല്ലേലൂയ. हालेलुया. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. അപ്പോൾ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപ് यीशु मसीह की सेवकाई ओपनर सेवकाई शुरू होने से पहले ही യോഹന്നാനിൽ കൂടെ यूहन्ना के जरिए ദൈവം ചില ഹൃദയങ്ങളെ ഒരുക്കിക്കൊണ്ടിരുന്നു. प्रभु परमेश्वर काफी हृदयों को तैयार करते रहा. ഹല്ലേലൂയ. हालेलुया. ദൈവം തന്റെ ഒരു അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് തന്റെ ജനത്തിന്റെ ഹൃദയത്തെ തൊടും. प्रभु परमेश्वर एक अद्भुत करने से पहले अपने लोगों के ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം ചിലതിന്റെ ഹൃദയങ്ങളെ തൊടാൻ പോവുകയാണ്. हृदय को स्पर्श करने वाला है. നമ്മുടെ ശരീരത്തിനല്ല വിടുതൽ വേണ്ടത്, हमारे शरीर को नहीं एक छुटकारा, നമുക്കൊരു രോഗസൗഖ്യമല്ല വേണ്ടത്, केवल एक रोग की चंगाई. പകരം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളെ തൊടട്ടെ. ഹല്ലേലൂയ. 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 ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. हालेलुया. ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ ईसाई धर्म बोलने से പുറമേ കാണുന്നതല്ല, बाहर दिखाई देने वाली नहीं, അത് അകത്തുനിന്ന് വരുന്നതാണ്. वो अंदर अंदर से पैदा होती ഓ है. ഹല്ലേലൂയ. हालेलुया. മതം എന്ന് പറഞ്ഞാൽ ये जो धर्म बताता है പുറമേ കാണപ്പെടുന്നത്. बाहर दिखाई देने वाला नहीं. അവിടെ ആചാരങ്ങളുണ്ട്, वहाँ पे आचार है, അവിടെ അനുഷ്ഠാനങ്ങളുണ്ട്, वहाँ पे रीति रिवाज है, അവിടെ കാണുവാൻ പല കാഴ്ചകളുണ്ട്. दिखाई देने वाले का फिर संदर्भ है. എന്നാൽ लेकिन ആത്മാഭിഷേകം പ്രാപിച്ച ഒരുവൻ आत्मा के अभिषेक प्राप्त किया हुआ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ पवित्रात्मा की भर ദൈവസഭയിൽ എഴുന്നേൽക്കുമ്പോൾ परीक्षा के अंदर खड़ा रहते समय അവന്റെ അകത്ത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. उनके प्रति एक स्वरूप है. എത്ര പേർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു? ഇന്ന് രാത്രി ആ ബന്ധമാ ദേശങ്ങളെ പിടിച്ചടക്കാൻ പോകുന്നത്. आज जो परमेश्वर के प्रति वो जो बंधन है वही प्रभु परमेश्वर लोगों को छुड़ाता गया. അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ തീക്ഷ്ണതയാ ചിലതിനെ തീയിൽ നിന്ന് പിടിച്ചെടുക്കുവാൻ പോകുന്നത്. अंदर व्यापार करने वाले प्रभु परमेश्वर के प्रति एक प्रेम जो है व्यक्तियों को छुटकारा देगा. ഹല്ലേലൂയ. हालेलुया. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, यहाँ से मुझे सुनने पर യോഹന്നാന്റെ ശിരച്ഛേദം ചെയ്യപ്പെട്ടു.
यूहन्ना मार दिया गया है। അടുത്തത് യേശുവിന് ഇത് കേട്ടപ്പോൾ വിഷമമായി. अब जब यीशु मसीह सुनता तो बहुत ही दुख लगता। തന്റെ ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി വന്നവൻ उसने सेवकाई की सबसे पहले आया वो व्यक्ति, അവൻ ഇന്ന് ലോകത്തില്ല. अब वो इस दुनिया में नहीं है। ഹല്ലേലൂയ. हालेलुया। പുത്രന്റെ ശുശ്രൂഷ അവിടെ തുടങ്ങുകയാണ്. पुत्र का सेवकाई वहां पर आरंभ होता है। ഹല്ലേലൂയ. ഒന്ന് അവിടെ നിന്നപ്പോൾ एक वहां पे खड़ते समय അവൻ രക്തസാക്ഷിയായപ്പോൾ वो जब मर गया है, അതിനകത്തുനിന്ന് പുത്രന്റെ ആത്മാവിനിതാ യേശു കർത്താവ് എഴുന്നേറ്റ് വരികയാണ്. वहां पे पुत्र की आत्मा की अंदर प्रभु मसीह के अंदर महसूस होता है। ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രി आज रात के समय അകത്തല്ല ജനനം നടക്കുന്നത്. अंदर नहीं एक जन्म, ഉദാഹരണം, വയറ്റിനകത്തല്ല ജനനം നടക്കുന്നത്. पेट के अंदर एक जन्म नहीं हो रहा है। ആത്മാവിൽ ചിലർ ജനിക്കാൻ പോവുകയാണ്. ചിലത് വലിയ സൈന്യമായി മാറാൻ പോവുകയാണ്. सैन्य करने के लिए നീ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരാളായിട്ടായിരിക്കും വന്നത്. यहाँ पर आते समय एक व्यक्ति आए थे, പക്ഷെ നിന്റെ അകത്തിരിക്കുന്ന ഈ ആത്മാവ് लेकिन तुम्हारे अंदर बैठने वाली आत्मा ഇനിയുള്ള ദിവസങ്ങളിൽ आगे आने वाले दिनों में ചിലതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया, Praise the Lord. हालेलुया। ഗണിതര ദൈവത്തിന്റെ ആത്മാവ് വ്യത്യസ്തമായ ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. जो परमेश्वर शाम को आपको एक आत्मिक मंडल में ले चल रहा है। Praise the Lord. हालेलुया। ഇതാ യോഹന്നാന്റെ ആ മരണം നടന്നതിന് ശേഷം यूहन्ना की मृत्यु के बाद യേശുവിന് ജനങ്ങളോട് മനസ്സലിവ് തോന്നുകയാണ്. यीशु मसीह को लोगों के प्रति प्रेम लगता है। താനെ ചിലരെ കൂട്ടി ഒരു മലയിലേക്ക് പോയി. कुछ लोगों को लेकर यीशु मसीह पर्वत पर ഞാൻ जाता ആ है। ഭാഗം ഒന്നും തൊടുന്നില്ല, നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു मैं വരികയാണ്. वो सब भागों के ऊपर प्रचार नहीं करता, अपने ഞാൻ भाग में आना ഇൻട്രൊഡക്ഷൻ चाहता हूं। എന്നുള്ള രീതി പറഞ്ഞു പോയതേ ഉള്ളൂ. बस ऐसे ही मैंने बताया आपके बीच में 5000 പുരുഷാരത്തിന് ആഹാരം കൊടുത്തു. 5000 पुरुष लोगों को भोजन खिलाया। അതിനുശേഷം മലയിലേക്ക് പോവുകയാണ്. उसके बाद एक पर्वत के ऊपर जा रहा है, തന്റെ പിതാവിനോട് സമയം ചെലവഴിക്കാൻ. उसके बाद पिता से बातें करता है। തന്റെ ശിഷ്യന്മാരെ उसके अपने चेलों से യേശു അക്കരയ്ക്ക് പോകുവാൻ പറഞ്ഞയച്ചു. यीशु उस पार जाने के लिए कहा जाता है। അവരെങ്ങനെ പോയെ? किस प्रकार जाते हैं? അവരൊരു പടകിൽ പോയി. अपने एक नाव में जाते हैं। ഒരു വലിയ തടാകമാണ്, एक बड़ा सा तालाब है, അല്ലെങ്കിൽ കടലെന്ന് പറയുന്നു. एक झील है वो। ഹല്ലേലൂയ. हालेलुया। അതിന് ഏകദേശം 6 മൈലോളം ദൂരമുണ്ട്. कम से कम एक 6 माइल दूर है वो। നമുക്ക് മെഷർമെന്റ് വിഷയമല്ല, हमें मेजरमेंट एक विषय ही नहीं, ഞാനത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. बस मैंने आपके बीच ऐसे ही बोल दिया है। പലരും പല വ്യത്യസ്തമായ നിലവാരത്തിൽ കാര്യങ്ങൾ പറയും. काफी व्यक्ति जो है काफी रिश्तों में प्रचार करते പക്ഷെ हैं, ഇവര് പോകുമ്പോൾ लेकिन ये जाते समय നടുവിൽ പ്രതികൂലം നേരിടുകയാണ്. बीच में बड़ी समस्या पैदा होती है। ഹല്ലേലൂയ. हालेलुया, പ്രൈസ് ദി ലോർഡ്. हालेलुया। ഇവിടേക്ക് യേശു രംഗപ്രവേശനം ചെയ്യുകയാണ്. वहां पर यीशु मसीह प्रवेश कर, നിങ്ങളത് ഭാവനയിലൊന്ന് കണ്ടേ. जरा अपनी भावना में कुछ चिंता करने पाए। പ്രൈസ് ദി ലോർഡ്. हालेलुया। യേശു പടകിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. यीशु मसीह उस नाव के पास आता है। ഞാൻ വേറെ ഒരു പോർഷൻ തൊടുന്നില്ല, ആ ഭാഗം മാത്രം मैं തുടർന്നു. और किसी भाग में प्रचार नहीं कर रहा, केवल उसी भाग में प्रचार कर रहा हूं। അവിടെ വന്നപ്പോൾ वहां पर आते समय എല്ലാരും ഭയത്തോടിരിക്കുക. सब एकदम भाई के साथ। എന്താ കാരണം? कारण क्या है? രാത്രി 4-ാം യാമം रात के 4वें भाग में കടലിൽ പോകുന്നവർ ഭൂതത്തെ കണ്ട് ഭയപ്പെടാറുണ്ട്. समुद्र में जाते समय दुरात्मा को देख के लोग डरते हैं। ഇപ്പോൾ യേശു വരുമ്പോൾ अब यीशु आते समय അവർ ഭയപ്പെട്ടു. वे भयभीत हो गए। അവർ ഭൂതം എന്നല്ല വിളിച്ചു. वे भूत है करके कहा, പക്ഷെ ഒരുത്തം പറഞ്ഞു. लेकिन एक व्यक्ति कहता है, ശ്രദ്ധിക്കണം, ഒരുത്തം പറഞ്ഞു, एक व्यक्ति कहता है, കർത്താവേ നീയാണെങ്കിൽ यदि प्रभु वो तू है, ഞാൻ അങ്ങോട്ട് വരാം. मैं वहां पर आता हूं। ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എപ്പോഴും എന്താ പറയുന്നത്? हम हमेशा क्या कहते हैं? കർത്താവ് എനിക്ക് ഭയമാ, കർത്താവ് ഇങ്ങോട്ട് വാ. मुझे भय लगता है, प्रभु तू मेरे पास आओ। പക്ഷെ ആത്മാവ് നിറഞ്ഞവൻ പറയും, लेकिन आत्मा भरी हो, ഏത് പ്രതികൂലമാണെങ്കിലും कोई भी समस्या हो, അതിന്റെ നടുവിൽ നിൽക്കാൻ തയ്യാറാണ്. उसके बीच में खड़ने के लिए तैयार हो। ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. कितने लोग धन्यवाद देंगे? പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടുന്നവനല്ല समस्या ആത്മാവ്. को देखकर डरने के लिए नहीं। ഹല്ലേലൂയ. हालेलुया। ദാ പത്രോസ് യേശുവിന്റെ അടുക്കലേക്ക് നടക്കുകയാണ്. पतरस यीशु मसीह की ओर चल रहा है। ഇവിടെ